കുറഞ്ഞ ബഡ്ജറ്റിൽ മധുര പട്ടണവും അവിടുത്തെ പ്രധാന കാഴ്ചകളായ തിരുമലർ നായിക്ക് പാലസും മീനാക്ഷി ക്ഷേത്രവും കണ്ട് മധുര അരവിന്ദ് ഹോസ്പിറ്റലിലെ 100 രൂപ മുടക്കി കണ്ണിൻ്റെ മുഴുവൻ കാഴ്ചശക്തിയും പരിശോധിച്ച് മടങ്ങാവുന്നതാണ്. വീഡിയോ മുഴുവനായും കാണുക. ഇത് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് 5:15 പുറപ്പെടുന്ന മധുര എക്സ്പ്രസ്സിലെ റിസർവേഷൻ ടിക്കറ്റ് 250 രൂപ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് മധുരയ്ക്ക് പോകാവുന്നതാണ്. ഈ വണ്ടി മധുരയിലെത്തുമ്പോൾ 3:40 ആവും. ഈ വണ്ടി 6:20 കൊല്ലത്തെത്തും. പുനലൂരിൽ നിന്ന് കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊല്ലത്തു നിന്ന് ഈ വണ്ടിയിൽ കയറാവുന്നതാണ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റ് S2 ആണ്. ഞാനതിൽ കയറി യാത്ര ചെയ്യുകയാണ്. സ്ലീപ്പർ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങി യാത്ര ചെയ്യാം. 3:40 ഏകദേശം 4 മണിയാകുമ്പോൾ മധുരയിലെത്തും. ഇത് മധുര റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ ഇറങ്ങുക. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെയൊക്കെ പടം ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ദൂരവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓവർബ്രിഡ്ജ് കടന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തുക. ഇപ്പോൾ സമയം 3:54 കാണിക്കുന്നത്. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാളാണ്. 20 രൂപ കൊടുത്താൽ 1 അവർ കൊണ്ട് നമുക്ക് രാവിലത്തെ പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. അവിടെ അല്പം തിരക്കായതുകൊണ്ട് IRTC എക്സിക്യൂട്ടീവ് ലോഞ്ചിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ 100 രൂപയാണ്. പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം റെയിൽവേ സ്റ്റേഷന് മുൻപിൽ മെയിൻ റോഡിൽ വരിക. വെളുപ്പിന് 5 മണിക്ക് ഇവിടുത്തെ ബസ് സ്റ്റാർട്ടാകും. എല്ലാ സ്ഥലത്തോട്ടും ബസ്സിൽ പോകാൻ കഴിയും. ബസ്സിൻ്റെ നമ്പർ തിരക്കിയ ശേഷം അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ പടിക്കലോട്ടുള്ള ബസ്സിൽ കയറുക. 6 രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷക്കാർ ഈ സ്ഥാനത്ത് 300 രൂപ വരെ റേറ്റ് ചോദിക്കും. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ റേറ്റ് കൃത്യതയില്ലാത്ത ഓട്ടോക്കാരാണ്. നിവൃത്തിയുള്ളിടത്തുള്ള ഓട്ടോറിക്ഷ പിടിക്കാതിരിക്കുക. അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് 6 മണിക്ക് ഓപ്പൺ ആകും. നമുക്കൊരു ഫോം തരും. നമ്മളത് ഫില്ല് ചെയ്ത് ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്താൽ കണ്ണിൻ്റെ എല്ലാ പരിശോധനകളും ഇവിടെ നടത്തും. 100 രൂപ മാത്രമേ ഫീസ് ഈടാക്കുകയുള്ളൂ. അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ പടിക്കൽ നിന്നും സ്വല്പം മുൻപോട്ട് കടന്നാൽ അണ്ണാ ബസ് സ്റ്റാൻഡിൽ വരും. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷെയർ ഓട്ടോ പിടിച്ചാൽ മതി. അണ്ണാ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിലാവാസൽ സ്റ്റോപ്പിലേക്ക് ബസ് കയറുക. 6 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. ആ കിലാവാസൽ സ്റ്റോപ്പിലെ മനോഹരമായ ഒരു പള്ളിയാണ് ഇവിടെ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാലാണ് തിരുമലൈ നായിക്ക് പാലസ് കാണാം. ഈ പാലസ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമായിരുന്നു. അതിൻ്റെ 1/3 ഭാഗമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. 2 ഭാഗം നശിച്ചു പോയിരുന്നു.
ഈ കൊട്ടാരത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഇതിനു പുറകാലെ ഉണ്ടാകും, കാണുക. ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രവേശന എൻട്രൻസ് ടൈം എന്ന് പറയുന്നത് 9 മണി മുതൽ 5 മണി വരെയാണ്. 10 രൂപ ചാർജാണ് കൊട്ടാരത്തിൽ കയറുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും. ക്യാമറയിൽ ഫോട്ടോ പകർത്തുന്നതിന് പ്രത്യേകം റേറ്റ് കൊടുക്കേണ്ടതാണ്. ഇവിടെ നിന്ന് മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് പെരിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക. ഏകദേശം 5 കിലോമീറ്റർ മുകളിലോട്ട് ദൂരമുണ്ട്. പെരിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് നടന്നാൽ നമുക്ക് മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. ഗോപുരം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നാൽ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ സൗത്ത് ടവറിൽ നമ്മളെത്തും. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഫ്രീ ആണ്. നീണ്ട ക്യൂ ആണ് ക്ഷേത്രത്തിന് മുൻപിലുള്ളത്. ഒരുപാട് മണിക്കൂറുകളെടുക്കും ക്ഷേത്രം ദർശിക്കാൻ. ക്ഷേത്രത്തിനകത്തെ ചിത്രമെടുക്കുവാൻ മൊബൈൽ ക്യാമറയും ഫോട്ടോഗ്രാഫും ഒന്നും അനുവദിക്കുകയില്ല. മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. മധുരയിലെ ഭക്ഷണ രീതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇഡലി, പൂരി, പൊങ്കൽ എന്നിവയാണ്. കുറഞ്ഞ റേറ്റൊക്കെ ഉള്ളൂ. എല്ലാ സ്ഥലത്തോട്ടും ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് മധുര. മധുര സിറ്റി വലിയൊരു സിറ്റിയാണ്. ചുറ്റി കാണാൻ ഒത്തിരി കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇവിടെ ഷെയർ ഓട്ടോ എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് ലഭിക്കും, ബസ്സും ലഭിക്കും. സ്വന്തമായി ഓട്ടോറിക്ഷ പഠിച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല, അവർ റേറ്റ് വളരെ കൂടുതലാണ് ചോദിക്കുന്നത്. നിവൃത്തിയുള്ളിടത്തോളം ഷെയർ ഓട്ടോയോ ബസ്സോ ഉപയോഗിക്കുക. ഭാഷ ഇവിടെ ഒരു പ്രശ്നമല്ല. കാരണം അവിടുത്തെ തമിഴർക്ക് നമ്മൾ മലയാളം പറയുന്നത് മനസ്സിലാവും, അവർ പറയുന്ന തമിഴ് നമുക്കും മനസ്സിലാവും. അതുകൊണ്ട് ഏത് സ്ഥലത്തോട്ട് പോകണമെങ്കിലും ബസ് നമ്പർ ചോദിക്കുക, ആ ബസ്സിൽ നമ്മൾ കയറുക, ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുക. മധുര പട്ടണമെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം രാത്രി 12:15 പുറപ്പെടുന്ന എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ഉണ്ട്. അത് ഇങ്ങോട്ട് 12:15 പുറപ്പെടുന്നത്. 5:50 പുനലൂർ വരും. ചെങ്കോട്ട വഴിയാണ് ആ ട്രെയിൻ വരുന്നത്. അതിന് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഉറങ്ങി യാത്ര ചെയ്ത് കേരളത്തിലെത്താം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മധുരയും മധുര പട്ടണവും മധുരയിലെ മുഴുവൻ കാഴ്ചകളും കണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിയും പരിശോധിച്ച് മടങ്ങി വരാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ദേശീയ അന്തർദേശീയമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.